ബ്രസീൽ ഈ വേൾഡ് കപ്പിൽ നിന്ന് പടിയിറങ്ങുന്നു. ഇമോഷണലി അത്ര ഓക്കെ ഒന്നും അല്ല നമ്മള്. എന്നാലും ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അതിനിപ്പോ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നത് ഇമോഷൻസ് എന്താണോ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അങ്ങനെ തന്നെ അങ്ങ് പോകട്ടെ എന്ന് വിചാരിക്കുന്നു. ശരിക്കും ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങേണ്ടത്, സോ ഇന്നലെ രണ്ടാമത്തെ ഗോള്, അർലിംഗ് ഹാലൻഡ് രണ്ടാമത്തെ ഗോൾ സ്കോർ ചെയ്യുമ്പോൾ പോലും ഞാൻ ഓക്കെ ആയിരുന്നു. നമ്മൾ കളി നോക്കാൻ പോവുകയാണ്, നമ്മൾ കളി തോറ്റു എന്നുള്ള സ്റ്റേജിൽ തന്നെയാണ് ഞാൻ ഓക്കെ ആയിരുന്നു. അത് ഫേസ് ചെയ്യാനൊക്കെ ഞാൻ മൈൻഡ് സെറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ഒരു പെനാൽറ്റി വരുന്നത്. സോ നെയ്മർ വന്ന് ആ കിക്ക് എടുക്കുന്നു, കൂളായിട്ട് സിമ്പിൾ ആയിട്ട് സാധാരണ കാണാറുള്ള ആ നെയ്മർ കിക്ക് വരുന്നു. സോ അവിടെയാണ് എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നത്. അവിടെ ഇമോഷണലി നമ്മൾ കയ്യിൽ നിന്ന് പോകുന്ന ഒരു സംഗതിയാണ് പിന്നീട് അങ്ങോട്ട് ഉണ്ടായിരുന്നത്. അപ്പോ അത് കഴിഞ്ഞ് കളി തോക്കുന്നു. ഞാൻ സ്ക്രീനിലേക്കൊന്നും നോക്കുന്നില്ല അവിടെ എന്താ നടക്കുന്നത്. പിന്നെ ഞാൻ രാവിലെ റീൽസിലൊക്കെയാണ് കാണുന്നത് നെയ്മറുടെ പ്രയറും പുള്ളി കരയുന്നതും ഒക്കെ, അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ രാവിലെ റീൽസിലൊക്കെയാണ് കാണുന്നത്. സോ ഞാനിങ്ങനെ വേറൊരു അവസ്ഥയിലായിരുന്നു. അപ്പോ ഞാൻ ഇന്ന് രാവിലെ എന്നിട്ട് ഫോൺ എടുത്ത് നോക്കുമ്പോൾ ചില റീൽസുകൾ കാണുന്നു. കുറെ ഏത് ഫാൻസ് ആണെന്ന് അറിയില്ല, അവര് ബ്രസീലിന്റെ ഫ്ലെക്സുകൾ കീറുന്നു, അങ്ങനെയുള്ള കീറി കളയുന്നു, കമ്പ് വെച്ചിട്ട് ഓരോ പ്ലേയേഴ്സിന്റെ മുഖം കുത്തി കീറുന്നു. അങ്ങനെ ഒരുപാട് ഭയങ്കര എന്താ പറയാ, ഒരു മനുഷ്യരെ പോലെ അല്ലാത്ത രീതിയിൽ പെരുമാറുന്ന കുറെ ആളുകളെ കണ്ടു. അപ്പോൾ അവരൊക്കെ ഫുട്ബോൾ ഫാൻസ് ആണോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. അവർ ഫുട്ബോളിനെ ആണോ സ്നേഹിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ സംശയം. ഫാൻസ് ഫൈറ്റ് ഒക്കെ നമ്മൾ നടത്താറുണ്ട്, പക്ഷെ ഇത് അങ്ങനെ ആയിരുന്നില്ല. സോ അത് കണ്ടപ്പോഴാണ് എനിക്ക് ഇന്നലെ രാത്രിയിൽ നടന്നൊരു ഇൻസിഡന്റ്, അതായത് എൻ്റെ അനിയൻ, അവനെ ഓർത്തിട്ട് എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് അഭിമാനിക്കുന്നു എന്നുള്ളതാണ്. സോ അവൻ അർജന്റീന ഫാനാണ്, മെസ്സി ഫാനാണ്. ഞാൻ കളി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇമോഷണലി ഇരിക്കുന്നത് കണ്ടപ്പോ അവൻ നേരെ എൻ്റെ അടുത്ത് വന്നു, ചേട്ടാ എന്ന് പറഞ്ഞിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു. സോ ഞാനും അവനെ കുറെ നേരം കെട്ടിപ്പിടിച്ചു. ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ കെട്ടിപ്പിടിച്ച് കുറെ നേരം നിന്നു. ആ നിൽക്കുന്നതിന്റെ ഇടയിൽ ഞാൻ ശരിക്കും പൊട്ടിക്കരയുകയും ചെയ്തു. ഞാൻ അവനെ എനിക്ക് അവൻ എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസം തോന്നി. ഞാൻ ഭയങ്കര ഇമോഷണലി ഞാൻ കരഞ്ഞു എന്നുള്ളതാണ്. ഞാൻ പൊട്ടി കരഞ്ഞു. സോ എനിക്ക് തോന്നുന്നു എന്നേക്കാൾ നന്നായിട്ട് അവനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമായിരിക്കും. ഞാൻ ശരിക്കും ഇമോഷണലി. അപ്പൊ അവൻ എന്നെ സമാധാനിപ്പിക്കുകയാണ്, ചേട്ടാ കളിയല്ലേ ചേട്ടാ, എന്താ ചേട്ടാ കുഴപ്പമില്ല, ഇനിയും വേൾഡ് കപ്പ് ഉണ്ടല്ലോ, കുഴപ്പമില്ല, ഇനി വേറെ കളികളുണ്ടല്ലോ, നിങ്ങൾ വീട് പോട്ടെ. അർജന്റീന ഫാനാണ്, മെസ്സി ഫാനാണ്, ഡൈ ഹാർട്ട് മെസ്സി ഫാനാണ്, ഡൈ ഹാർട്ട് അർജന്റീന ഫാനാണ്. സോ അവൻ എനിക്ക് നൽകിയൊരു ട്രീറ്റ്മെന്റ്, ഈ കാള പോലെ വളർന്നു നിൽക്കുന്ന കുറെ എണ്ണം ഫ്ലെക്സ് കീറുന്നതും കണ്ടപ്പോ എനിക്ക് അവനോട് ഭയങ്കര അഭിമാനം തോന്നി എനിക്ക്. സോ പിന്നെ ഓക്കെ, അത് ഇന്നലെ നടന്ന ഒരു ഇൻസിഡന്റ്. പിന്നെ നമ്മൾ കളിയിലേക്ക് തിരികെ വരികയാണെങ്കിൽ, ആഞ്ചലോട്ടി എന്ന് പറയുന്ന മനുഷ്യൻ, ആൾക്ക് ഹി നീഡ് മോർ ടൈം എന്നുള്ളതാണ്. പുള്ളി വന്നിട്ടേ ഉള്ളൂ. സോ വന്ന് ഒരു മാജിക് കാണിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പൊ നമുക്കറിയാം, സ്കെലോണി എന്ന് പറയുന്ന മനുഷ്യൻ തന്നെ ഒരുപാട് നല്ലൊരു ടൈം പീരീഡ് എടുത്തിട്ടാണ് അർജന്റീന എന്ന് പറയുന്ന ഒരു ജയന്റ് ടീമിനെ ഇപ്പോൾ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോ ഇപ്പോഴത്തെ സ്കോഡിനേക്കാളും മികച്ച സ്കോഡ് അർജന്റീനയ്ക്ക് ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു. സോ ആ സമയത്ത് പോലും അർജന്റീനയ്ക്ക് ഒരു ട്രോഫി എന്നത് ഭയങ്കര എന്താ പറയാ, ഒരു കിട്ടാക്കനി പോലെ ഇരുന്ന ഒരു സാധനം സ്കെലോണി വന്നതിന് ശേഷമാണ് എല്ലാ ട്രോഫിയും റോയിൽ ഇങ്ങനെ അടിക്കാൻ തുടങ്ങിയത്. അപ്പം ആ ഒരു ടീം ആ ഒരു ലെവലിലേക്ക് സെറ്റ് ചെയ്തെടുത്തത് സ്കെലോണിയാണ്. അപ്പൊ സ്കെലോണി തന്നെ ഒരു വലിയ ടൈം പീരീഡ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ടിറ്റയുടെ അണ്ടറിൽ ഉണ്ടായിരുന്ന ഒരു ടീമിനെ, ബ്രസീലിന്റെ ടീമിനെ നമുക്ക് ഓർമ്മയുണ്ട്. 2019 കോപ്പയൊക്കെ അടിച്ച ടീമിനെയൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ബ്രസീലിനെ വീണ്ടും റീസെറ്റ് ചെയ്തെടുക്കേണ്ടിയിരിക്കുന്നു. കാർലോയുടെ ടീമാക്കി ബ്രസീലിനെ മാറ്റേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിന് സമയമെടുക്കും എന്നുള്ളതാണ്. സോ കാർലോ ആഞ്ചലോട്ടി എന്ന മാനേജറിന് ബ്രസീലിന്റെ ടീമിനെ ബെറ്റർ ആക്കി എടുക്കുക, അല്ലെങ്കിൽ ഒരു ആർക്കും തൊടാൻ കഴിയാത്ത ഒരു ലെവലിലേക്ക് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമാണ്. ആൾക്ക് സമയം കൊടുത്താൽ മതി. കാരണം ബ്രസീലിൽ ടാലന്റുകളുണ്ട്, ടാലന്റുകൾ ഇല്ലാത്ത ഒരു സ്ഥലമല്ല. അപ്പൊ ആൾക്ക് സമയം കൊടുക്കുക. ആള് ഇപ്പൊ തന്നെ നമുക്ക് ഈ വേൾഡ് കപ്പ് തന്നെ ആളുടെ മാക്സിമം എഫേർട്ടിൽ ആള് പ്ലാൻ ചെയ്ത് കളിച്ചിട്ടുണ്ട്. ആള് മാക്സിമം പരിപാടികൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ പുള്ളിക്ക് അധികം സമയം കിട്ടിയിട്ടില്ല. അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ബ്രൂണോ ഗമേറസ് കിക്ക് എടുക്കാൻ വന്നതിൽ ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട്. സോ എന്നെ സംബന്ധിച്ചിട്ട് വിനീഷ്യസ് കിക്ക് എടുക്കണമായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ ആഞ്ചലോട്ടി പറയുന്നത് ബ്രസീലിന്റെ കറണ്ട് സിറ്റുവേഷനിൽ പെനാൽറ്റി ടേക്കേഴ്സിനെ നോക്കുമ്പോൾ നെയ്മറാണ് ഒന്നാം സ്ഥാനത്ത് എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷെ നെയ്മർ ബെഞ്ചിലാണ് ആ സമയത്ത്. സോ അപ്പോൾ പിന്നീട് വരുന്നത് ബ്രൂണോ ഗിമേറസ് ആണ്. അപ്പോൾ ഞാനും ബ്രൂണോ ഗിമേറസ് കിക്ക് എടുക്കാൻ വന്നപ്പോൾ ഞാനും ഭയങ്കര പ്രഷർ ഔട്ട് ആയിരുന്നു. കാരണം എനിക്ക് പ്രഷർ ഒന്നുമില്ല. കാരണം ബ്രൂണോ ഗിമേറസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മൈൻഡ് സെറ്റ് ഉള്ള ഒരു പ്ലെയറാണ്. ഗിമേറസിന്റെ കളി നമുക്ക് അറിയാം. അപ്പോൾ ന്യൂകാസിലിനെയൊക്കെ പുള്ളി ഇങ്ങനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട്. അപ്പോൾ ബ്രൂണോ ഗിമേറസ് അത് കിക്ക് വിൻ ചെയ്യുമെന്ന 100% ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ എന്തോ ബാഡ് ലക്ക് എന്ന് തന്നെ പറയണം. അത് സേവ് ചെയ്യപ്പെടുന്നു. പെനാൽറ്റിയാണ്.
സോ സേവ് ചെയ്യപ്പെടുന്നു. പക്ഷെ അപ്പോ ഞാൻ നെയ്മറെ ശരിക്കും മിസ് ചെയ്തു. കാരണം 90 മിനിറ്റ് കളിക്കാൻ നെയ്മർ ഫിറ്റ് ആണ് എന്നാണ് ആൻസിലോട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ നെയ്മറെ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. പക്കിറ്റോ കൂടി ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ റഫീനിയോ കൂടി ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ നെയ്മറെ സ്റ്റാർട്ട് ചെയ്യിക്കേണ്ടത് തന്നെ ആയിരുന്നു. ആ ഒരു ഡിസിഷൻ ഭയങ്കര തെറ്റായി പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാർലോയുടെ. കാരണം നെയ്മറെ വീണ്ടും ബെഞ്ചിൽ വെച്ചത് ഒരു തെറ്റായ തീരുമാനം. കാരണം അവർക്ക് തലവേദന സൃഷ്ടിക്കുന്ന ഒരു പ്ലെയർ പോലും ബ്രസീലിന്റെ സ്ക്വാഡിൽ ഇന്നലെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. വിനീഷ്യസിന്റെ ഭാഗത്തുനിന്ന് സാധാരണ വരാറുള്ള ഒരു കാര്യങ്ങളൊന്നും ഇന്നലത്തെ കളിയിൽ വന്നിട്ടില്ല. അപ്പോൾ നെയ്മർ ഉണ്ടായിരുന്നെങ്കിൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടേനെ. പിന്നെ അവരുടെ ഡിഫൻഡേഴ്സിനൊക്കെ കുറച്ച് തലവേദന സൃഷ്ടിക്കാൻ നെയ്മർക്ക് കഴിഞ്ഞേനെ. പിന്നെ ആ കിക്ക് എന്തായാലും നെയ്മർ കൺവേർട്ട് ചെയ്തേനെ. അപ്പോൾ നെയ്മർ ഇന്നലെ ശരിക്കും സ്റ്റാർട്ട് ചെയ്യേണ്ടിയിരുന്ന ഒരു കളിയായിരുന്നു എന്നുള്ളതാണ്. നെയ്മർ സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ റിസൾട്ട് ഇതായിരിക്കില്ലായിരുന്നു. അപ്പോൾ അത് മറ്റൊരു കാര്യം. പിന്നെ നെയ്മറുടെ റിട്ടയർമെന്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ന്യൂസുകൾ വരുന്നുണ്ട്. സോ ഞാൻ അത് ഇതുവരെ അതിന്റെ സത്യാവസ്ഥയെ പറ്റി ഞാൻ അന്വേഷിച്ചിട്ടില്ല, ഞാൻ എങ്ങും നോക്കിയിട്ടില്ല. കാരണം കേൾക്കാൻ ആഗ്രഹിക്കാത്തൊരു ന്യൂസാണത്. മെസ്സിയും റൊണാൾഡോയും നിൽക്കെ അവർക്കും മുന്നേ നെയ്മർ റിട്ടയർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആസ് എ നെയ്മർ ഫാൻ, ആസ് എ ബ്രസീൽ ഫാൻ, ഞാൻ ഒരിക്കലും അത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ന്യൂസ് അല്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതേ പറ്റിയിട്ട് ബോധേഡ് അല്ല കേട്ടോ. ഞാൻ നോക്കിയിട്ടില്ല. ചില പേജുകളിലൊക്കെ താങ്ക് യു പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. നെയ്മർ വിരമിക്കേണ്ട സമയമായോ എന്നുള്ളതാണ്. കാരണം പുള്ളിക്ക് ഇപ്പോഴും ഒരു വേൾഡ് കപ്പ് കൂടെ കളിക്കാം, അതിനുള്ള പ്രായമായിട്ടുള്ളൂ. അപ്പോ പക്ഷെ എന്തുകൊണ്ട് നെയ്മർ നേരത്തെ വിരമിക്കാൻ പ്ലാൻ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുടെ സിക്നസ് തന്നെയാണ്, പരിക്ക്. ഇപ്പോഴും ഇന്ന് പോലും ആ ഗ്രൂപ്പിലൊക്കെ ചിലർ പറയുന്നുണ്ട്, നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൊക്കെ പറയുന്നുണ്ട്, ആ ആക്ടർ ഉണ്ടായിട്ടും തോറ്റല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. സ്ഥിരം ഫുട്ബോൾ വാച്ച് ചെയ്യുന്നവരല്ല, സീസണൽ ഫാൻസ് ആണ്. ആക്ടർ ഉണ്ടായിട്ടും കളി തോറ്റല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആക്ടർ അവർ യൂസ് ചെയ്യുന്ന, നെയ്മറെ അഭിസംബോധന ചെയ്യാൻ അവർ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ആക്ടർ, അഭിനേതാവ് എന്നൊക്കെ. അഭിനയം കാരണമായിരിക്കല്ലേ ഇത്രയും നേരത്തെ വിരമിക്കേണ്ടി വരുന്നത്. ഇത്രയും പരിക്ക് കിട്ടിയ ഒരു പ്ലെയർ. സോ അവനെ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ നോക്കൂടാ എന്ന ഉറപ്പിന്മേലാണ്. അവനെ ഫൗൾ ചെയ്തേ പറ്റൂ, അവനെ എന്തെങ്കിലും ചെയ്ത് അവനെ തറയിലിട്ടേ പറ്റൂ എന്ന മെന്റാലിറ്റിയിലാണ് നെയ്മർക്കെതിരെ ഓരോ ടീമുകളും അവരുടെ ഡിഫൻഡേഴ്സും കളിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്തിനു പറയണം, 2021 കോപ്പ അമേരിക്ക ഫൈനല് എൻ്റെ അർജന്റീന ഫാൻസ് ഉണ്ട്, നല്ല ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന അർജന്റീന ഫാൻസ് ഉണ്ട് കുറെ. ഞാൻ സീസണൽ ഫാൻസിനെ പറ്റി അല്ല സംസാരിക്കുന്നത്. അവർ പോലും എൻ്റെ അടുത്ത് പലപ്പോഴും പറയാറുള്ള കാര്യമാണ് അത്. ആ ഒരു ഫൈനല് ഓർക്കുമ്പോൾ ഇപ്പോഴും നെഞ്ചിൽ തീയ എന്ന് പറയുന്നവരുണ്ട്. കാരണം അന്ന് നെയ്മറെ ചെയ്ത ഫൗൾ അത് അർജന്റീനയുടെ ഓരോ പ്ലെയേഴ്സും അംഗീകരിച്ച കാര്യമാണ്, ഞങ്ങൾ ബ്രൂട്ടലി ഫൗൾ ചെയ്തു എന്നുള്ളത്. അപ്പോൾ ഇത്ര കണ്ട് ഫൗളുകൾ നേരിട്ട ഒരു മനുഷ്യൻ ഫുട്ബോളിന്റെ ചരിത്രത്തിലില്ല എന്ന് വേണമെങ്കിൽ പറയാം. 2014 വേൾഡ് കപ്പിലെ ആ ഒരു ഫൗള് എത്ര ബ്രൂട്ടൽ ആയിരുന്നു എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ മാത്രം മതി. നട്ടലിന് പരിക്കേറ്റ് പുറത്തുപോയ നെയ്മറിനെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ പുള്ളിക്ക് ഇത്രയും ഫിറ്റ്നസ് ഇല്ലായ്മ അല്ലെങ്കിൽ പരിക്കുകൾ വന്നതിന്റെ കാരണം പുള്ളിക്കെതിരെ കളിച്ചിട്ടുള്ള പ്ലേയേഴ്സ് തന്നെയാണ് എന്നുള്ളതാണ്. ബ്രൂട്ടലി ഫൗൾ ചെയ്ത് ഒരു മനുഷ്യനെ ഇല്ലാതാക്കി എന്നുള്ളതാണ്. അപ്പോ നെയ്മർ വിരമിക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറയുന്നതിൽ അത്ഭുതമില്ല. കാരണം ആൾക്കത്ര വയ്യ, ആളെ എല്ലാവരും കൂടി ചവിട്ടി ആ ഒരു വഴിയിലാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇനി പൊട്ടാൻ ലിഗമെന്റുകളൊന്നും ഇല്ല എന്നാണ് നമുക്കറിയാവുന്ന കാര്യം. അപ്പോ ബ്രസീൽ ഒരിക്കലും ഡിസേർവ് ചെയ്ത ഒരു തോൽവി ആയിരുന്നോ എന്നുള്ളതും സംശയമുണ്ട്. ബ്രസീലിന് ജയിക്കാമായിരുന്ന കളിയായിരുന്നു. കുറച്ചുകൂടിയൊക്കെ നോക്കി കളിച്ചിരുന്നെങ്കിൽ എൻട്രിക്കിന് നല്ലൊരു ചാൻസ് ഉണ്ടായിരുന്നു. ചാൻസസ് ഒക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു ബ്രസീൽ. ശരിയാണ്, ടോട്ടലി ഡോമിനേറ്റ് ചെയ്തത് നോർവേ തന്നെയാണ്. ബോൾ പൊസിഷൻസ് ആണെങ്കിലും പാസസ് ആണെങ്കിലും ഒക്കെ. എന്നാലും ബ്രസീലിന് ചാൻസസ് ഉണ്ടായിരുന്നു, കളി ജയിക്കാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ ബ്രസീൽ അതൊന്നും യൂസ് ചെയ്തില്ല എന്നുള്ളതാണ്. സോ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇപ്പം 2014 വിട്ടേക്കു, 14 നമുക്കറിയാം ജർമ്മനിയായിട്ട് വലിയൊരു ദുരന്തമായിരുന്നു ബ്രസീലിനെ സംബന്ധിച്ചിട്ട്. അപ്പൊ അതിനുശേഷം ഇങ്ങോട്ടുള്ള 18 മുതൽ ഇങ്ങോട്ടുള്ള വേൾഡ് കപ്പുകളൊക്കെ എടുത്താലും ബ്രസീൽ ഒന്ന് ഈ ശ്രദ്ധിച്ച് കളിക്കാത്തതിന്റെ പേരിൽ തോറ്റു പുറത്തായ വേൾഡ് കപ്പുകളാണ് നമുക്ക് മുന്നിലുള്ളത്. സോ അതേപോലെ ഒന്ന് തന്നെയാണ് ഇതും. അപ്പൊ എന്തായാലും കാർലോ ആൻചെലോട്ടി ബ്രസീലിൽ തുടരും. സോ സ്കലോണി അർജന്റീനയെ സെറ്റ് ചെയ്തെടുത്തതുപോലെ ആർക്കും തൊടാൻ കഴിയാത്ത ഒരു ടീമിനെ ബ്രസീലിൽ ബിൽഡ് ചെയ്യും എന്ന വിശ്വാസത്തോടു കൂടി ഈ വർഷത്തെ വേൾഡ് കപ്പിനോട് നമ്മൾ വിട പറയുകയാണ്. താങ്ക് യു.